ഇന്റലിജൻസ് സംബന്ധിച്ചതിൻ്റെ അടുത്ത വരികയാണ്. ഫസ്റ്റ് ഐറ്റം ഇതാട്ടോ. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ 2-3 മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇപ്രാവശ്യം കോട്ടൺ ഹക്കോബയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസൺ കണക്ക് കൂട്ടി ചെയ്തെടുത്തേക്കുന്ന കേട്ടോ. പക്ഷെ ഭയങ്കര അടിപൊളി. നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പം എന്തായാലും ഈ ഒരു കോട്ടനെ ചെയ്തെടുക്കുന്നത് ഒരു ഭംഗിക്കൂടുതൽ തന്നെയാണ് കേട്ടോ. കോട്ടൺ അക്കോബയിലാണ് നമുക്ക് ടോപ്പ് ചെയ്തേക്കുന്നത്. കളർ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ഡാർക്കർ ടോണിലാണ് കാണിക്കുന്നത്. നമ്മൾ നോർമൽ കോട്ടനെ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിലെ ആ ഒരു മെറൂൺ കളറാണ് കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, കാരണം ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അക്കോബ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കോട്ടൺ മെറ്റീരിയൽ. ബോട്ടം വരുന്നത് കുറച്ചൊരു സാറ്റൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ടയും സെമി സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയൽ. അതിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കളർ കോമ്പിനേഷൻ മെയിനായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നന്നായിട്ട് ഹിറ്റായിട്ട് ഓടിയതാണ്. അതുകൊണ്ട് നമുക്ക് ടോപ്പ് കോട്ടൺ ഹക്കോബെ ചെയ്തെടുത്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നമ്പർ വരുന്നത് AF 207, റേറ്റ് 1060 രൂപയുള്ളൂ. 106. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അതായത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല, നോർമൽ കോട്ടനെ വരുന്ന കളേഴ്സ് ആട്ടോ ഇതിനെല്ലാം എടുത്തേക്കുന്നത്. ചിലതിനൊക്കെ കുറച്ച് ഡാർക്കറായിട്ട് ഫീൽ ചെയ്യുന്ന കാണും നിങ്ങൾക്ക്. നോർമൽ കോട്ടൻ്റെ ആ ഒരു കളറാട്ടോ. ഭയങ്കര ആ ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല, പക്ഷേ കളർ കോമ്പിനേഷനായിട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ നമുക്ക് ഈ ചൂടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അക്കോബയുടെ മെറ്റീരിയലാണ്. പിന്നെ അക്കോബ സെപ്പറേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഷോളൊക്കെ കയ്യിലൊക്കെ മെറ്റീരിയൽ തന്നെയായിട്ടുള്ള അങ്ങനെ മെറ്റീരിയൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിലും റേറ്റ് കൂടിയ ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഞാൻ റേറ്റ് കൂടിയതും കുറച്ചതും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണുന്നവർക്കറിയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു അക്കോബ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല വലിപ്പമുള്ള മെറ്റീരിയൽ കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ദുപ്പട്ട ഇതുപോലെ ഓരോ കളറിനെയും ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്രഷ് പെയിൻറ്റിൻ്റെ ആ ഫ്ലവറിന് ആ കളറാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ഗ്രേ മിക്സ്ഡ് ബ്ലാക്ക് എന്ന് വേണേൽ പറയാം. പിന്നെ നമ്പർ AF 211, റേറ്റ് 1060, 106. അടുത്ത ഷെയ്ഡ് ഇതൊരു ഡാർക്ക് വൈൻ മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ച കളറുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല. ഞങ്ങൾ തന്നെ കുറേ നേരം കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് 1 2 എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ചില സമയത്ത് ചില വെട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേപോലെ. പക്ഷേ ഷോളിന് വ്യത്യാസമുണ്ട്. ഷോളിൻ്റെ കളർ കോമ്പിനേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാ ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ഭയങ്കര ആ ഒരു ഡാർക്കർ ടോണിലല്ല വന്നേക്കുന്നത്. നോർമൽ കോട്ടണിൽ വരുന്ന അങ്ങനത്തെ കളറാട്ടോ എടുത്തേക്കുന്നത്. ഇത് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. നോർമൽ കോട്ടൻ്റെ ലുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. തിളക്കോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റൻ തന്നെ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ട സെമി സിൽക്കിൻ്റെ മെറ്റീരിയൽ. കോമ്പിനേഷൻ വെച്ചിട്ട് നല്ല രസമാട്ടോ ഇതെല്ലാം കാണാനായിട്ട്. പ്യുവർ കോട്ടൺ ടോപ്പിൻ്റെ മെറ്റീരിയൽ. നമ്പർ AF 251, റേറ്റ് 1060. അടുത്ത് ഗ്രീൻ ഷെയ്ഡാട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ബ്രൈറ്റർ ഡാർക്കായിട്ട് കണക്ക് കൂട്ടരുത്. എല്ലാം ഒരു ഫെയ്ഡഡ് കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഓരോ ഷെയ്ഡ്സിൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ച വൈൻ ആയിക്കോട്ടെ, മെറൂൺ ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, എല്ലാം ആ ഒരു മെയിൻ കളറിൻ്റെ ഫെയ്ഡഡ് ടൈപ്പ് കളേഴ്സാണ് വന്നേക്കുന്നത്. കോട്ടണിൽ വരുന്ന ആ ഒരു നോർമൽ ലുക്ക് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓവർ ബ്രൈറ്റ്നെസ് അല്ല, നോർമൽ കോട്ടണിൽ കാണുന്ന ആ ഒരു ഫെയ്ഡഡ് ടൈപ്പ് ലുക്കിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ദുപ്പട്ട. അതിലും ഗ്രീൻ കോമ്പിനേഷനാണ്. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കിൻ്റെ കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ. നമ്പർ AF 206, റേറ്റ് 1060, 1060.